ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പേരിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാനുമുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അല്ലെങ്കിൽ പുറത്തുവിട്ട റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗം എന്നുള്ള നിലയിൽ, അതിന്റെ മുന്നോടി എന്നുള്ള നിലയിൽ 2023 മാർച്ചിൽ ഹിൻഡൻബർഗ് അദാനി ഗ്രൂപ്പിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുമൊക്കെയുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതിനെ സംബന്ധിച്ച് പ്രതിപക്ഷമുണ്ടാക്കിയിട്ടുള്ള വലിയ ബഹളവും തുടർന്നുണ്ടായിട്ടുള്ള ആരോപണങ്ങളും സുപ്രീം കോടതി വരെ എത്തുകയും സുപ്രീം കോടതി ഈ വിഷയങ്ങൾ പരിശോധിച്ച് ഈ കാര്യത്തിൽ റെഗുലേറ്ററി ഏജൻസിയായിട്ടുള്ള സെബിക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചവർക്ക് അവരോട് വിശദീകരണം ചോദിക്കാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സെബി ഹിൻഡൻബർഗിനെതിരായിട്ട് ഹിൻഡൻബർഗിനോട് ഈ കാര്യത്തിലുള്ള വിശദീകരണം ആവശ്യപ്പെട്ടത്. ആ വിശദീകരണം നൽകാതെ സെബിയുടെ മേധാവിക്കെതിരായിട്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് റിസർച്ച് ടീം ഉന്നയിച്ചിട്ടുള്ളത്. അതിലേറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, സുപ്രീം കോടതി അന്തിമ വിധി കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ആ വിഷയത്തിൽ കോൺഗ്രസ് ഒളിച്ചോട്ടം നടത്തി ഇപ്പോ സെബിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മാത്രമല്ല, ഈ റിപ്പോർട്ട് പുറത്തുവന്ന സമയം, ആ സമയവും ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സമയമാണ്. ഓഗസ്റ്റ് മാസം 10-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് മാസം ഈ കഴിഞ്ഞ ദിവസമാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ചത്. അവിടുത്തെ ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സന്ദേശം നൽകുന്ന ഒരു സന്ദർശനമായിരുന്നു അത്. ആ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിൽ നടന്ന ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക ലംഘനങ്ങൾ 5 വർഷക്കാലം പാർലമെന്റിൽ ഉന്നയിക്കാതിരുന്ന രാഹുൽ ഗാന്ധി ആ വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടി ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ ആയുധമാക്കിക്കൊണ്ട് സ്വന്തം വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. കോൺഗ്രസിന്റെ ഈ ഗൂഢാലോചന രാജ്യത്തെ ഓഹരി വിപണിയുടെ തകർച്ചയും അതുവഴി സമ്പദ് വ്യവസ്ഥയെ തകർക്കലും അതിലൂടെ രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുക എന്നുള്ള കോൺഗ്രസ് സമീപനത്തിന്റെ സൂചനയാണ്. കഴിഞ്ഞ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് ശേഷം അദാനിയുടെ ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള വലിയ നഷ്ടം പിന്നീട് അതൊക്കെ മറികടന്നുവെങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി സമാനമായിട്ടുള്ള ഒരു ശ്രമം, ആ ശ്രമം നടത്താനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളത്. ഈ തരത്തിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ, ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കരുതിയിരിക്കണം എന്നാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് ഭാരതീയ ജനതാ പാർട്ടിക്ക് സൂചിപ്പിക്കാൻ. इंग्लिश बहुत सारे लोग दे दिया है मुझे देने के लिए. आई डोंट नीड. ആ ദിവസം തെരഞ്ഞെടുത്തു. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന് തന്നെ അടിസ്ഥാനമില്ല. കാരണം ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിൽ സെബി മേധാവിക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ സെബിയുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവർ നടത്തിയെന്ന് പറയുന്ന ഒരു ഇടപെടലിനെ സംബന്ധിച്ചാണ്. സെബി എടുക്കേണ്ട നടപടികളെല്ലാം എടുത്തിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
അങ്ങനെ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ആ വിഷയത്തിൽ ഹിൻഡൻബർഗ് നടത്തുന്ന ഒരു പരാമർശം, ആ പരാമർശത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. എങ്കിൽ പോലും കോൺഗ്രസ് ആ വിഷയമെടുത്ത് ഇതിൽ വസ്തുതയുണ്ട്, ഇതിൽ അടിസ്ഥാനമുണ്ട് എന്ന് വരുത്താനും അതിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വലിയ നഷ്ടമുണ്ടാക്കാനും വേണ്ടിയിട്ട് വിദേശ ശക്തികൾ നടത്തുന്ന ശ്രമം, ആ ശ്രമത്തിന് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. എന്ത് അന്വേഷിക്കേണ്ടതില്ല? ഒന്നും അന്വേഷിക്കാനില്ല. സുപ്രീം കോടതി വരെ പോയിട്ട് പരാജയപ്പെട്ട വിഷയത്തിൽ എന്ത് JPC? പാർലമെന്റിൽ തന്നെ അതിനൊരു പ്രസക്തി ഇല്ലാത്ത കാര്യമല്ല.